ഞാൻ ചോദിക്കുന്ന വേറെ ഒന്നുമല്ല, ദുൽഖർ സൽമാൻ്റെ കയ്യിൽ ഒരു 3 വണ്ടിയുണ്ട് ഇങ്ങനെ കൊണ്ടുവന്നത്. പൃഥ്വിരാജിൻ്റെ കയ്യിലും പല വണ്ടികൾ കാണും, ഈ അമിത് ചക്കാലക്കലിൻ്റെ കയ്യിലും വണ്ടിയുണ്ട്. അമിത് ചക്കാലക്കൽ രേഖകൾ കാണിച്ചപ്പോൾ ഒന്നും മിണ്ടാനില്ലാതെ ഉമാർ വാലും ചുരുട്ടിപ്പോയി. എന്നാൽ ദുൽഖർ സൽമാൻ്റെ അടുത്ത് വന്നപ്പോൾ ദുൽഖർ സൽമാൻ രേഖകൾ കാണിക്കാൻ തയ്യാറായിട്ടും ആ വാഹനങ്ങൾ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ആ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചിട്ട് അതിൽ സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്. അതായത് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മമ്മൂട്ടി, ആ മമ്മൂട്ടിയെ അദ്ദേഹത്തിന്റെ മതമാണ് ഇവരുടെ പ്രശ്നം. ഈ മതത്തിലുള്ള ആളുകൾ ഇവിടെ ജീവിക്കാൻ പാടില്ല, ഞങ്ങൾ മാത്രം ജീവിച്ചാൽ മതി എന്നുള്ളൊരു ധാർഷ്ട്യമാണോ ഇനിയൊരു പക്ഷേ ഈ പറയുന്ന ക്രിസംഗിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചെന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദുൽഖർ സൽമാന്റെ ചിന്താഗതികളും ദുൽഖർ സൽമാന്റെ ഹർജിയും അപക്വമാണെങ്കിൽ ഈ വാഹനങ്ങൾ ഇത്രയും ഇന്ത്യക്കകത്തേക്ക് വന്നത് നിങ്ങളുടെ കഴിവുകേട് കൊണ്ട് തന്നെയല്ലേ? അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതിർത്തിയിലിരിക്കുന്ന ഇവരുടെ ഓരോ ആളുകളും സേനയിലുള്ളവരും അതേപോലെ തന്നെ എത്ര ആളുകളുടെ കൺമുൻപിൽ കൂടിയായിരിക്കാം ഈ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇത് ചെറിയ പോക്കറ്റിലിടാൻ പറ്റുന്ന ടൈപ്പ് ഇതുപോലുള്ള